നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ട് ചോരിയുമായി വീണ്ടും രാഹുൽ ഗാന്ധി. ഡൽഹിയിൽ ഇന്ന് കൂറ്റൻ റാലി. വോട്ട് ചോരി വീണ്ടും സജീവമാക്കാൻ കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനത്ത് വോട്ട് ചോരിയിൽ പാർട്ടി ഇന്ന് കൂറ്റൻ റാലി നടത്തും. കോൺഗ്രസിലെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 5.5 കോടി ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഒപ്പ് രാഷ്ട്രപതിക്ക് കൈമാറും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ജയറാം രമേശ്, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ നേതാക്കളെല്ലാം പങ്കെടുക്കും. സോണിയാഗാന്ധിയും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്നാകും ഇന്ന് രാംലീല മൈതാനത്തേക്ക് എത്തുക. തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. രാഹുലിനെ ഉടൻ ചോദ്യം ചെയ്തേക്കില്ല. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം രാഹുലിന് നോട്ടീസ് നൽകില്ല. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഹൈക്കോടതി അറിയിക്കും. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം പരിഗണനയിലിരിക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. മാസത്തിൽ 2 തിങ്കളാഴ്ചകളിൽ SITക്ക് മുന്നിൽ ഹാജരാകാനാണ് കോടതി നിർദ്ദേശം. 23-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന് ഉപാധികളോടെ കഴിഞ്ഞ ദിവസം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നതടക്കമുള്ള ഉപാധികളോടെയായിരുന്നു ജാമ്യം നൽകിയത്. പാനൂർ വടിവാൾ ആക്രമണം. 50ഓളം CPM പ്രവർത്തകർക്കെതിരെ കേസ്. അക്രമത്തിന് നേതൃത്വം നൽകിയത് ശരത്ത്, അശ്വന്ത്, അശ്വിൻ, ആഷിഖ്, സച്ചിൻ, ജീവൻ എന്നിവരാണെന്ന് പോലീസ് വ്യക്തമാക്കി. പോലീസ് വാഹനം തകർത്തതടക്കം കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വടക്കൻ കേരളത്തിലടക്കം CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ട കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. വടിവാളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു അക്രമം. UDF സ്ഥാനാർത്ഥികൾക്കും അക്രമങ്ങളിൽ പരിക്കേറ്റു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. ഇടവക്കോട് വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന VR സിനിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ശ്രീകാര്യ വിളങ്കുളത്തുള്ള കുടുംബവീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൌൺസിലറായിരുന്നു സിനി. ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 26 വോട്ടിന് സിനി പരാജയപ്പെട്ടിരുന്നു. കോൺഗ്രസ് വിട്ടുപോയവർക്ക് തിരികെ വരാം. അൻവറിന്റെ കാര്യത്തിലും തീരുമാനമായി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ക്ഷണിച്ച കോൺഗ്രസ്. UDF വിട്ടുപോയവർ ചിന്തിക്കണമെന്നും മടക്കത്തിന് ഇതാണ് സമയമെന്നും കേരള കോൺഗ്രസിനോട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ് ആണ്. കോഴിക്കോട് ചെറിയ നോട്ടപ്പിശക് സംഭവിച്ചു. അതേസമയം കൊല്ലം അത്ഭുതപ്പെടുത്തിയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അൻവർ UDF ബന്ധം ഉറപ്പിച്ചു. അൻവറിന്റെ പാർട്ടി UDFന്റെ അസോസിയേറ്റ് അംഗമാകും. അന്തിമ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.